നിങ്ങൾ എന്തിനു പക്ഷം പിടിക്കുന്നു ഗോപികൃഷ്ണൻ? ഗോപികൃഷ്ണൻ കേൾക്കൂ, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി കാര്യങ്ങൾ പറയാം. താങ്കൾക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ഞാനത് കൃത്യമായി മറുപടി പറയും. നിങ്ങളാണത് ജയിച്ചതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളാണ് SFIക്കാരെ കൊണ്ട് ഗവർണറെ തടയിച്ചതെന്ന് ഞാൻ പറയില്ല. നിങ്ങളാണ് ആ SFIക്കാരെ അവിടെ എത്തിച്ചതെന്നും അവരെ ഗവർണറെ തടയിച്ചതെന്നും അതിൻ്റെ പേരിൽ വീഡിയോ എടുത്തതെന്നും ഞാൻ പറയില്ല. കാരണം സ്വാഭാവികമാണ്, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ സംഘർഷം ഉണ്ടാകാറുണ്ട്, അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അവരൊക്കെ അറിയിക്കാറുണ്ട്, ചാനലുകാർ അവിടെ പോകാറുണ്ട്. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് അനിൽകുമാറിനെ പോലുള്ളവരൊന്നും മാനത്തുനിന്ന് പൊട്ടി വീണ ഒരുപക്ഷെ ആയിരിക്കാം സംസ്ഥാന കമ്മിറ്റിയിലേക്കൊക്കെ വന്നത്. ഏതായാലും അദ്ദേഹവും വിദ്യാർത്ഥി യുവജന രംഗത്തോട് വന്നിട്ടുള്ള ആളാണല്ലോ, അദ്ദേഹത്തിന് ഇത് അറിയേണ്ടതാണ്. ഒരുപക്ഷെ അറിയില്ലായ്മ നടിക്കുന്നതായിരിക്കാം. നോക്കൂ, ഇവിടെ എത്ര ഗൗരവമുള്ള ആക്ഷേപമാണ് താങ്കൾക്കെതിരെ, താങ്കളുടെ ചാനലിനെതിരെ അനിൽകുമാറിനെ പോലുള്ള ആൾ പറഞ്ഞത്. അവർ പറഞ്ഞത് ഈ സമരങ്ങളെല്ലാം ഷൂ എറിയുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങൾ ചെയ്യിച്ചത് 24 ചാനലാണ് എന്ന് പറഞ്ഞിട്ടും താങ്കൾ ഒരു അക്ഷരം വേണ്ടിയില്ല എന്നുള്ളതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഏതായാലും താങ്കളുടെ ഊഴത്തിൽ താങ്കൾ അത് തിരുത്തുമായിരിക്കാം, അവിടെ നിൽക്കട്ടെ. അല്ലല്ല, ഞാൻ അപ്പോൾ തന്നെ തിരുത്തിയിട്ടുണ്ട് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അപ്പോൾ തന്നെ ഞാൻ തിരുത്തിയിട്ടുണ്ട്. ഓക്കെ വെൽ ആൻഡ് ഗുഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ എപ്പോഴാണ് കാസർഗോഡ് ജില്ലയിൽ ഈ പറഞ്ഞ താങ്കൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു, 18 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എനിക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് താങ്കൾ മറക്കരുത്. ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ഈ നവകേരള യാത്ര പോയപ്പോൾ ഒരു അത്യാഹിത സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. കണ്ണൂർ ജില്ലയിലേക്ക് കടന്നപ്പോൾ കണ്ണൂർ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ അകാരണമായി പോലീസ് കസ്റ്റഡിയിൽ വെക്കുകയും അവർക്ക് ഭക്ഷണം പോലും നൽകാതെ, വെള്ളം പോലും നൽകാതെ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചപ്പോൾ സ്വാഭാവികമായ പ്രതികരണം എന്ന നിലയിൽ അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിച്ചു. അവർ ആ റോഡിൽ ഇറങ്ങുന്ന 2-3 ചെറുപ്പക്കാർ അവർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കരിങ്കൊടി കാണിച്ചു. ആ കരിങ്കൊടി കാണിച്ചപ്പോൾ തുടങ്ങിയ പ്രതിഷേധമാണ് ഈ സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കരിങ്കൊടി കാണിച്ചപ്പോൾ അവരെ ചെടിച്ചട്ടി വെച്ചും അവരെ ഹെൽമറ്റ് വെച്ചുമൊക്കെ തകർത്തത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും അവിടെ അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ടാകും. മുഖ്യമന്ത്രി പറഞ്ഞ വാചകങ്ങൾ നമ്മുടെ മുമ്പിൽ അന്ന് മുതൽ ഇന്ന് വരെ നിൽപ്പുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നുവെന്നും അത് ശ്ലാഘനീയമാണെന്നും അത് ആവർത്തിക്കേണ്ടതാണെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പോലും ഞാൻ എൻ്റെ സംരക്ഷണത്തെ സംബന്ധിച്ച് എൻ്റെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ പരിപാടിയാണ്, അതിന് സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ്, പോലീസ് നോക്കിക്കൊള്ളും, DYFIക്കാരോ SFIക്കാരോ ഇതിൽ ഇടപെടേണ്ടതില്ല എന്ന ഉത്തരവാദിത്വപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട സ്റ്റേറ്റ്മെൻറ്റിന് പകരം അവരെ എൻഡോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നാളെ മുതൽ ഇത് ചെയ്തുകൊള്ളൂ എന്നുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ കണ്ടത്, അല്ലേ? അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിൻ്റെ ഒരു മനോനില, അദ്ദേഹത്തിൻ്റെ ഇതിനോടുള്ള ഒരു ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി, ഇതൊക്കെ നമ്മളവിടെ കാണേണ്ടതുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് അവിടെ മുതൽ ആരംഭിക്കുന്നതാണ് ഈ പ്രശ്നം, അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ അപ്പോൾ ഞങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഞങ്ങളുടെ പ്രവർത്തകരെ അകാരണമായി പോലീസ് തല്ലിച്ചതച്ചപ്പോൾ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് പിടിച്ചു മാറ്റുന്നതാണ്. അവർ വാഹനത്തിന് മുന്നിലേക്ക് ആത്മഹത്യ ശ്രമിച്ചു വന്നപ്പോൾ ഞാൻ പിടിച്ചു മാറ്റുന്നതാണ് കണ്ടത്. ബാക്കി ഞാൻ കാണാത്തതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും ഉത്തരം കിട്ടാതെ പോകും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. അത് മാത്രമല്ല ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ അംഗരക്ഷകന്റെ ജോലിയാണ് എന്നെ സംരക്ഷിക്കുക, എന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. ആ കൃത്യനിർവഹണമാണ് അവിടെ കണ്ടതെന്നാണ് അദ്ദേഹം. നെടുങ്കണ്ടത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഈ കാര്യം അദ്ദേഹം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. നെടുങ്കണ്ടത്ത് ഒരു പത്ര ഫോട്ടോഗ്രാഫർ വരുമ്പോൾ അത് അസ്വാഭാവികമായ ഒരു വരവാണ് അവിടെ തടഞ്ഞു നിർത്തി. താങ്കൾ കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത്. ഞാൻ കേട്ടു. ഞാൻ അതിലേക്കാണ് വരുന്നത്, നേരെ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ നോക്കൂ, അവിടെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്ന വിഷയം അങ്ങനെ പാടില്ല, അങ്ങനെ ചെടിച്ചട്ടി എടുത്ത് അടിക്കാൻ പാടില്ല, അങ്ങനെ ഹെൽമെറ്റ് വെച്ച് അടിക്കാൻ പാടില്ല, അവർ പ്രതിഷേധിച്ചോട്ടെ, അവർ കരിങ്കൊടി കാണിച്ചു കൊള്ളട്ടെ എന്നൊരു നിലപാട് മുഖ്യമന്ത്രി എടുത്തിരുന്നെങ്കിൽ അവിടെ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ, അന്നുകൊണ്ട് തീരുമായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം മുതൽ അവരെ പ്രകോപിപ്പിച്ച് DYFIക്കാരെ കൊണ്ട് ഇനിയും നിങ്ങൾ അടിക്കണം എന്ന് അവർക്ക് ഉത്തേജനം നൽകി ഈ സംഘർഷം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ് ഇതിൽ ഒന്നാം പ്രതി എന്ന കാര്യത്തിൽ തർക്കമില്ല. തുടർന്ന് ഏറ്റവും അവസാനം നമുക്കറിയാം ഒരുപാട് വിഷയങ്ങളുണ്ടായി. ഏറ്റവും അവസാനം ഇടുക്കിയിൽ വന്ന താങ്കൾ സൂചിപ്പിച്ച മാധ്യമപ്രവർത്തകൻ്റെ കഴുത്തിന് പിടിച്ച് തള്ളുന്നത് അത് മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ് തന്നെയാണല്ലോ. മാധ്യമപ്രവർത്തകൻ്റെ കഴുത്തിന് പിടിച്ച് തള്ളുമ്പോൾ മുഖ്യമന്ത്രിയുടെ തൊട്ട് പിറകിലുള്ള റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന MLA മന്ത്രി അദ്ദേഹം ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്. അപ്പോഴും മുഖ്യമന്ത്രി നോക്കി ഒരു ചിരിയൊക്കെ പാസ്സാക്കി ഗംഭീരമായിട്ടുണ്ടാ മോനെ നീ ചെയ്ത പ്രവൃത്തികൾ എന്ന അദ്ദേഹം വന്നതിനാണ് ജില്ലാ സെക്രട്ടറി ഒരു ബൊക്കെ കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ. അപ്പോൾ അവിടെയും മാധ്യമപ്രവർത്തകരുടെ കഴുത്തിന് പിടിച്ച് തള്ളുന്ന ഒരു സാഹചര്യം. എനിക്ക് അവിടെ ഒരു പരാതിയുണ്ട് ഗോപികൃഷ്ണൻ. ഞങ്ങളെ സംബന്ധിച്ച് പലരും ചോദിക്കാറുണ്ട് നിങ്ങളെന്താ പ്രതികരിക്കാത്തതെന്ന്. ഞാൻ തിരിച്ചു ചോദിക്കുന്നു, KUWJ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതൊഴിച്ചാൽ നിങ്ങൾക്കും ഒരു നടപടി സ്വീകരിക്കാമായിരുന്നു.
നിങ്ങളുടെ മാധ്യമപ്രവർത്തകർ ഒരു ദിവസത്തേക്ക് ഇങ്ങനെ ഞങ്ങളുടെ മാധ്യമപ്രവർത്തനെ കൈയേറ്റം ചെയ്തിരിക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു ദിവസം മുഖ്യമന്ത്രിയുടെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾ തീരുമാനിച്ചിരുന്നെങ്കിൽ അവിടെ തീരുമാനിക്കുന്ന പ്രശ്നം. നിങ്ങൾ അതിന് തയ്യാറായില്ല എന്നൊരു പരാതിയും എനിക്കുണ്ട്. ഏതായാലും അതിൻ്റെ വ്യക്തിപരമായ പരാതിയായിട്ട് നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് ഇന്നലെ ആലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത് നോക്കൂ. ആലപ്പുഴയിൽ എന്താ സംഭവിച്ചത്? ആലപ്പുഴയിൽ 2 ചെറുപ്പക്കാർ, ഒരാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി, ഒരാൾ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ്. ആ 2 ചെറുപ്പക്കാർ, 2 വിദ്യാർത്ഥികൾ അവർ കരിങ്കൊടി കാണിച്ചു. നമ്മളെല്ലാം കണ്ടുപിടിക്കല്ലേ. അവർ കരിങ്കൊടി കാണിക്കുമ്പോൾ ഒരു SIയും ഒരു ASIയും 2 പോലീസുകാരും ചേർന്ന് കാക്കിയിട്ട ലോക്കൽ എന്താ പറയുക ലോ ആൻഡ് ഓർഡർ നോക്കേണ്ട അവർ പിടിച്ചു മാറ്റി അവരെ ഒരു കടയുടെ മൂലയിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അവിടെ ആ ഇഷ്യൂ കഴിഞ്ഞു. എപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയതിനു ശേഷം ഈ 4-5 പോലീസുകാരുടെ കയ്യിലേക്ക് അവർ കീഴടങ്ങപ്പെട്ടു. അവരെ മാറ്റി നിർത്തുന്നു. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് തൊട്ടുപിറകിൽ വന്നിട്ടുള്ള വാഹനത്തിൽ നിന്ന് 3-4 പേർ കമാൻഡോസിൻ്റെ വേഷം ധരിച്ചവനുണ്ട്, വെള്ള ഷർട്ടിട്ട അനിൽ എന്ന് പറയുന്ന ക്രിമിനലുണ്ട്. അവരിറങ്ങി തലങ്ങും വിലങ്ങും അടിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരു മുഖ്യമന്ത്രിയുടെ ഗൺമാൻ, ഒരു മന്ത്രിയുടെ ഗൺമാൻ എവിടെയാണ് ഉണ്ടാകേണ്ടത്? അദ്ദേഹത്തിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഒരു മുഖ്യമന്ത്രിയുടെ ഗൺമാനാണെങ്കിൽ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടാകണം. മുഖ്യമന്ത്രിക്ക് സുരക്ഷ കൊടുക്കണം. മുഖ്യമന്ത്രിയിലേക്ക് ആരെങ്കിലും വന്നാൽ അവിടെ നിൽക്കാനാണ് അദ്ദേഹത്തിന് ജോലി. ഇവിടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് സാധാ പോലീസുകാർ തന്നെയാണ്. അവരത് ചെയ്തിട്ടുണ്ട്. അവരുടെ കസ്റ്റഡിയിലിരിക്കുകയാണ്. അവരെ ഉൾപ്പെടെ തള്ളിയിട്ടുകൊണ്ടാണ് ഈ ക്രിമിനലായ അനിൽ, അവൻ്റെ നേതൃത്വത്തിൽ, സന്ദീപിൻ്റെ നേതൃത്വത്തിൽ ഈ 2 ചെറുപ്പക്കാരെ ഇത്ര മൃഗീയമായി മർദ്ദിച്ചിട്ടുള്ളത്. വേറൊരുത്തവൻ സന്ദീപ്, അവനെ നമുക്കറിയാം, പൊട്ടക്കുഴിയിലുള്ള സന്ദീപ്. ഇവർ ഉൾപ്പെടെ ബാക്കിയുള്ള കമാൻഡോസ് വേഷത്തിൽ നടക്കുന്ന കൊടും ക്രിമിനലുകൾ. ഈ ക്രിമിനലുകളെ വെച്ച് വൈകുന്നേരം അടിച്ചിട്ട് വൈകുന്നേരം കണക്കെണ്ണി മുഖ്യമന്ത്രിയോട് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു ആനന്ദലബ്ധി ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും അനിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ യാത്രയുമായി മുന്നോട്ട് പോകുന്നത്. ഇന്നലത്തെ ആ വിഷ്വൽസ് മാത്രം മതിയല്ലോ കേരളീയ സമൂഹത്തിന് ഇതേക്കുറിച്ച് ബോധ്യപ്പെടാൻ. അവരെന്താ ചെയ്തിട്ടുള്ളത്? ഒരു കരിങ്കൊടി എടുത്ത് കാണിച്ചു. അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഗൺമാനാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ പൊസിഷൻ എവിടെയാണ്? ഗോപികൃഷ്ണൻ, താങ്കളൊന്ന് പറയൂ. വേറൊരു വാഹനത്തിലാണോ യാത്ര ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ലാത്തി എടുത്ത് ഉപയോഗിക്കാൻ കഴിയും? അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഗണ്ണുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോടൊപ്പമാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ തൊട്ടുപിറകിലുള്ള വാഹനത്തിൽ അദ്ദേഹത്തിന് എങ്ങനെ സഞ്ചരിക്കാൻ കഴിയുക? കമാൻഡോസ് സ്വാഭാവികമായിട്ടും കമാൻഡോസ് മുമ്പിലും പിറകിലും പൈലറ്റും എസ്കോട്ടും കമാൻഡോസ് തന്നെയാണ് പോകുന്നത്, സമ്മതിക്കുന്നു. പക്ഷേ ഗൺമാൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പുറത്തിറങ്ങി മറ്റൊരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്? ക്രമവിരുദ്ധമല്ലേ? ചട്ടവിരുദ്ധമല്ലേ? നിയമവിരുദ്ധമല്ലേ? അങ്ങനെയുള്ള ആൾ എങ്ങനെയാണ് ഈ പ്രവർത്തകരെ അടിക്കുന്നത്? അദ്ദേഹത്തിന് എന്ത് നിയമത്തിൻ്റെ പിൻബലത്തിലാണ് അദ്ദേഹത്തെ ഈ ലാത്തി കൊണ്ടുവന്ന് ഈ പ്രവർത്തകരുടെ തലി തകർത്തത്? എന്ത് നിയമത്തിൻ്റെ പിൻബലത്തിലാണ്? അപ്പോൾ ഇത്തരത്തിലുള്ള ആ ചെയ്തതിന് ശേഷം മുഖ്യമന്ത്രിയോട് മാധ്യമങ്ങൾ ചോദിക്കുന്നു. ഞാൻ കാണുമ്പോൾ മറ്റേ ആക്ഷനൊക്കെയാണ്, കഥകളി കണ്ടെത്തുന്ന പോലെ ആക്ഷനൊക്കെ നടത്തിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമല്ലേ ഗോപികൃഷ്ണൻ? ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ക്രിമിനൽ മനസ്സാണ്. ഇത്രയും ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളൊരു മനുഷ്യൻ ഈ കേരളത്തിലില്ല, ഒരു രാഷ്ട്രീയക്കാരനും ഉണ്ടാകില്ല. അത്തരത്തിൽ ആ ചെറുപ്പക്കാരെ തല തല്ലി പൊളിച്ചിട്ടും ഞാൻ അത് കണ്ടിട്ടില്ല, ഞാൻ കണ്ടതൊക്കെ വേക്കെ. ഞാൻ അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത്, താൻ കാണാത്തതൊന്നും താൻ വിശ്വസിക്കില്ലെങ്കിൽ തനിക്ക് പല കാര്യങ്ങൾക്കും ഉത്തരം കിട്ടാൻ ഇനിയുമുണ്ട് എന്ന് മാത്രം മുഖ്യമന്ത്രി ഓർമ്മിക്കാൻ ഈ അവസരത്തിൽ സന്ദേശമാണ് മുഖ്യമന്ത്രി. നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ വരാം. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ താങ്കൾ നേരത്തെ ചോദിച്ചത് ഈ എന്തുകൊണ്ട്, അതായത് ഈ ഗവർണർക്കെതിരെ ആണെങ്കിലും ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളുകൾക്കെതിരെ ഉപയോഗിക്കുന്ന അൺപാർലമെന്ററി വേർഡ്സിൻ്റെ കാര്യത്തിലാണ്. ഞാൻ ഈ ചർച്ചയിൽ ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഗവർണർക്കെതിരെ എന്ന് മാത്രമല്ല ഒരാൾക്കെതിരെയും അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകളോ പ്രയോഗങ്ങളോ നടത്തുന്നതിനോട് ഞാനോ ഈ ചാനലോ യോജിക്കുന്നില്ല. I have made my stand clear. പിന്നെ ഇടപെടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, ഞാൻ അദ്ദേഹം പറയുന്നത് കേൾക്കുകയായിരുന്നു. ശ്രീ സന്ദീപ് വാര്യർ, ഇനി നമ്മുടെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം, ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഒരേ നിലയിലുള്ള സുരക്ഷയാണ്, Z+ കാറ്റഗറി സുരക്ഷയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് ഈ പ്രതിഷേധക്കാർ തൻ്റെ ജീവൻ അപഹരിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ സ്വാഭാവികമായും അംഗരക്ഷകർ ഇടപെടും. അതാണ് നെടുങ്കണ്ടത്ത് കണ്ടത്. ഇത് അദ്ദേഹം കണ്ടിട്ടില്ല, പക്ഷേ ഈ നടപടി അദ്ദേഹം സാധൂകരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഗവർണർക്കെതിരെ SFI വലിയ പ്രതിഷേധവും ശക്തമായ സമരങ്ങളും നടത്തുകയാണ്. അന്ന് ഗവർണർ പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അറിയിച്ചപ്പോൾ വലിയ എതിർപ്പുണ്ടായി. കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളായിരുന്നു ഗവർണർ. പക്ഷെ അദ്ദേഹം അതെല്ലാം ലംഘിച്ചുകൊണ്ട് ആ സീമകൾ മറികടന്ന് അദ്ദേഹം പുറത്തിറങ്ങി പ്രതികരിച്ചു എന്നുള്ളത്. ഈ 2 സംഭവങ്ങളെയും താരതമ്യം ചെയ്ത് താങ്കൾ ഈ വിഷയത്തെ എങ്ങനെ കാണും? നമുക്ക് ഇവിടെ ശ്രീ അനിൽകുമാർ ഏകദേശം 17-18 മിനിറ്റ് എടുത്ത് വളരെ ദീർഘമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ പകുതി സമയമെങ്കിലും എനിക്ക് തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ശേഷം അങ്ങ് പറഞ്ഞതിലേക്ക് വരാം. അനിൽകുമാർ സംസ്ഥാനത്തിന്റെ ഗവർണർക്കെതിരെ അതിനിന്ദ്യമായ രീതിയിൽ
അൺപാർലമെന്ററി ആയിട്ടുള്ള നിരവധി പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇവിടെ സംസാരിച്ചത്. ഞാൻ അതിനെയാണ് ആരംഭത്തിൽ തന്നെ എതിർത്തത്. അദ്ദേഹത്തിന് ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധമുണ്ടെങ്കിൽ, എതിർപ്പുണ്ടെങ്കിൽ അത് മാന്യമായ ഭാഷയിൽ പറയുന്നതിനോട് നമുക്ക് ആർക്കും വിയോജിപ്പില്ല. പക്ഷേ ഇവിടെ ഗവർണറെ അസഭ്യം വിളിക്കുകയും അദ്ദേഹത്തെ വളരെ മോശമായ ഭാഷയിൽ ഒരു ചാനൽ ചർച്ചയിൽ പറയുകയും ചെയ്തത് വാസ്തവത്തിൽ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികളായിട്ടുള്ള ഈ കുട്ടികളൊക്കെ ഉൾപ്പെടെയുള്ളവർക്ക് വാസ്തവത്തിൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നൽകുക. ഈ ഗവർണർ ഉൾപ്പെടെയുള്ള സ്ഥാനത്തിരിക്കുന്നവരെ എന്തും പറയാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞതിനോടുള്ള എൻ്റെ ശക്തമായിട്ടുള്ള എതിർപ്പ് ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞത് ഗവർണർ SFIക്കാരെ വെല്ലുവിളിച്ചത് അല്ലെങ്കിൽ SFIയുടെ ആളുകളെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചു, അവരെ ആക്ഷേപിച്ചു എന്നൊരു ആരോപണമാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, അദ്ദേഹത്തിന്റെ വാഹനം ആക്രമിച്ചവർ, തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തിന്റെ വാഹനം ആക്രമിച്ചവർ ക്രിമിനലുകൾ അല്ലാതെ മറ്റെന്താണ്? അവർക്കെതിരെ നിങ്ങളുടെ ഗവൺമെന്റ് ചുമത്തിയിട്ടുള്ളത് ക്രിമിനൽ ശിക്ഷാ നിയമം ഉള്ള വകുപ്പുകളല്ലേ? നിങ്ങളുടെ ഗവൺമെന്റ് തന്നെ ആ സമരത്തിൽ അല്ലെങ്കിൽ ഗവർണറെ തടയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്ത SFIക്കാർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് രാജ്യത്തെ ക്രിമിനൽ നിയമം അനുശാസിക്കുന്ന വകുപ്പുകളാണ്. കോടതി അവർക്ക് ജാമ്യം കൊടുത്തിട്ടുമില്ല. വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് പ്രഥമ ദൃഷ്ടി അവർ ചെയ്തിട്ടുള്ളതെന്ന് കോടതി പോലും നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ ക്രിമിനലുകൾ എന്നല്ലാതെ മറ്റെന്താ വിളിക്കേണ്ടത്? പ്രത്യേകിച്ച് രാഷ്ട്രപതിയെയും ഗവർണറെയും അവരുടെ വഴി തടയുന്നതും അവരുടെ ഡ്യൂട്ടിയിൽ നിന്ന് അവരെ വിലക്കുന്നതുമൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ്. അതുകൊണ്ടാണ് 124 എന്നൊരു സെക്ഷൻ തന്നെ IPCയിലുള്ളത്. ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും പ്രത്യേക ഒരു അവകാശമാണത്. അവരെ അങ്ങനെ തടയാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് സംസ്ഥാനത്തെ ഭരണഘടനാ പദവിയിലുള്ള ഭരണത്തലവനെതിരായി ആക്രമണം അഴിച്ചുവിടുകയാണ് തിരുവനന്തപുരത്ത് ചെയ്തത്. സ്വാഭാവികമായിട്ടും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ദീർഘകാലം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്നിട്ടുള്ള ആളാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ദീർഘകാലം. അദ്ദേഹം നിരവധിയായിട്ടുള്ള വധശ്രമങ്ങളെയൊക്കെ അതിജീവിച്ച് നിരവധിയായിട്ടുള്ള സമരങ്ങളുടെ മുൻനിരയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന SFIക്കാരെക്കാൾ കൂടുതലൊക്കെ സമര പാരമ്പര്യവും വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തന പാരമ്പര്യവും ഒക്കെ ഉള്ളയാളാണ്. മാത്രമല്ല നല്ല അക്കാഡമിഷ്യനാണ്. ഇവരെ പോലെ കോപ്പി അടിച്ച് പരീക്ഷ പാസ്സായ ആളല്ല, വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി നേടിയ ആളല്ല. അദ്ദേഹത്തിന്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കൊണ്ട് രാജ്യത്തെ ഭരണതലത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ച നിലപാടുകൾ കൊണ്ട് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വന്തമായിട്ടുള്ള ഒരു ഇടം നേടിയിട്ടുള്ള മനുഷ്യനാണ്. 404 MPമാരുടെ പിന്തുണയോടുകൂടി രാജീവ് ഗാന്ധി ഭരിക്കുന്ന സമയത്ത് തന്റെ യുക്തിക്കനുസരിച്ചല്ലാത്ത ഒരു തീരുമാനം ഇന്ത്യൻ മുസ്ലിം വനിതകളുടെ അവകാശത്തെ ബാധിക്കുന്ന ഒരു നിയമനിർമ്മാണം നടത്താൻ വേണ്ടി രാജീവ് ഗാന്ധി തുനിഞ്ഞപ്പോൾ തന്റെ മന്ത്രിസഭയിലെ തന്റെ സ്ഥാനം പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് പുറത്തു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കയറി ക്രിമിനൽ എന്നോ തെമ്മാടി എന്ന രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കുന്നത് അങ്ങേയറ്റത്തെ മോശമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഗവർണറാണ് എന്നുള്ളത് കൂടി പരിഗണിക്കണമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു കാര്യം, അദ്ദേഹം പറഞ്ഞത് ജെയിൻ ഹവാല കേസിലെ ഡയറിയിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരുണ്ടായിരുന്നുള്ളതാണ്. ജെയിൻ ഹവാല കേസിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേര് മാത്രമല്ല ഉണ്ടായിരുന്നത്, അതിൽ ശരത് യാദവിന്റെ പേരുണ്ടായിരുന്നു. ലെഫ്റ്റ് പാർട്ടികളോട് യോജിച്ച് നിൽക്കുന്ന നിരവധി നേതാക്കളുടെ പേരുണ്ടായിരുന്നു. അക്കാലത്തെ CPMന്റെ നിലപാടെന്തായിരുന്നു? ജെയിൻ ഹവാല കേസ് ബോഫേഴ്സ് കേസിന് ബദലായിക്കൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ ജയിലടയ്ക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ഉണ്ടാക്കി വിട്ടതാണ് എന്നൊരു നിലപാടല്ലേ നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നത്? ഇപ്പൊ എങ്ങനെയാണ് ജെയിൻ ഹവാല കേസ് നിങ്ങൾക്ക് വലിയ അഴിമതി കേസായി മാറിയത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരത് യാദവിനെയൊക്കെ ഇതേ തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമോ? അവരെ ഇതുപോലെ അഭിസംബോധന ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങളുടെ ഇടതുപക്ഷത്തോടൊപ്പം അക്കാലത്ത് ചേർന്ന് നിന്നിരുന്ന നേതാക്കളുടെ പേരും ജെയിൻ ഹവാല ഡയറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അനിലിന് ഓർമ്മയില്ലാത്തതാകും, അല്ലെങ്കിൽ പഴയ രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്തതുകൊണ്ടാവും. ഇനി ഏതെങ്കിലും ഡയറിയിൽ പേരുള്ളത് കൊണ്ട് ഒരാൾ തെമ്മാടിയും ക്രിമിനലും ആകുമെങ്കിൽ കരിമണൽ കർത്തായുടെ പറ്റുബുക്കിൽ പേരുള്ള PVയും വീണ വിജയനും ഒക്കെ എന്താണ് അതിന് നിങ്ങൾ എന്ത് പേരിട്ട് അവരെയൊക്കെ വിളിക്കാൻ പോകുന്നത്? കരിമണൽ കർത്തായുടെ പറ്റുബുക്കിൽ പേരുണ്ടല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളെ. അവരെയൊക്കെ നിങ്ങൾ ക്രിമിനൽ എന്ന് വിളിക്കോ, തെമ്മാടി എന്ന് വിളിക്കോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിളിച്ചു കാണിക്കുക. പിന്നെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലേക്ക് മുഴുവൻ കടക്കണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം ഇവിടെ ഗൺമാനുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന് ഗൺമാനെ വരെ ഭയമുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലേ? വെള്ളയും കുഞ്ഞനന്ദൻ നായർ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ടല്ലോ, ഗൺമാനെ ഭയന്നുകൊണ്ട് തന്റെ റൂമിന്റെ സാക്ഷ ഇട്ട ശേഷം കിടന്നുറങ്ങിയിരുന്നു പിണറായി വിജയൻ. പിണറായി വിജയനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ സാക്ഷി ഇടുന്നത്? കിടന്നുറങ്ങുമ്പോൾ എന്തിനാണ് അകത്തുനിന്ന് പൂട്ടുന്നത്? ഗൺമാനെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആരെയും അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കില്ലല്ലോ എന്നാണ് അന്ന് പിണറായി വിജയൻ മറുപടി പറഞ്ഞത്. അപ്പൊ പിണറായി വിജയൻ ആത്യന്തികമായി ഒരു ഭീരുവാണ്. അതുകൊണ്ടാണ് Z+ കാറ്റഗറിയിൽ 40-ലധികം കമാൻഡോസിന്റെ പിന്തുണയോടുകൂടി ഈ മനുഷ്യൻ നടക്കുന്നത്. അല്ലാതെ ഞാൻ ചോദിക്കുന്നത് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ സുരക്ഷ ഏറ്റവും അത് നോക്കുക എന്നുള്ളതാണ് എന്റെ ഗവൺമെന്റ് ഉത്തരവാദിത്തം. അത് താങ്കൾ യോജിക്കുന്നുണ്ടല്ലോ. ആ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ചെയ്തതെന്നതാണ് അദ്ദേഹത്തിന്റെ ന്യായീകരണം. അതിനെ എങ്ങനെ കാണുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല ഗവൺമെന്റ് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം.
അദ്ദേഹം സംരക്ഷണം കൊടുക്കുന്ന VIP-യുടെ ശരീരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആ VIP-യുടെ ജീവന് ഭീഷണി വരുന്ന ഒരു ഘട്ടത്തിൽ ഇടപെടുകയും സംരക്ഷണം ഒരുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. പക്ഷേ ഇവിടെ ഗവൺമെന്റ് ചെയ്തത് പിണറായി വിജയന്റെ ശരീരത്തിന് നേരെ വന്നിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തെ ചെറുക്കുകയാണോ ചെയ്തതല്ല. നമ്മളെല്ലാവരും കണ്ടതാണ്. അയാൾ മറ്റൊരു വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങി ലാത്തി കൊണ്ട് ആക്രമിക്കുകയാണ്. ഈ യുവജന രാഷ്ട്രീയ പ്രവർത്തകരെ തലമണ്ട തല്ലിപ്പൊളിക്കുകയാണ്. അപ്പൊ ഗൺമാൻ എന്ന പദവിക്ക് അപ്പുറമുള്ള ചില പരിപാടികളാണ് നടത്തിയത്. അങ്ങനെയാണെങ്കിൽ അത് പിണറായി വിജയന്റെ തന്നെ കീഴിലുള്ള ലോക്കൽ പോലീസ് ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ സംസ്ഥാനത്തെ ആഭ്യന്തര മന്ത്രി പരാജയപ്പെട്ടു എന്നല്ലേ സൂചിപ്പിക്കുന്നത്? ലോക്കൽ പോലീസിന് ആ കാര്യങ്ങൾ ഇടപെടാൻ കഴിയാത്തത് കൊണ്ട് ഗൺമാൻ തന്നെ ലോക്കൽ പോലീസിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് വടിയെടുത്തുകൊണ്ട് യുവജന പ്രവർത്തകരെ തലമണ്ട തല്ലിപ്പൊളിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന തുല്യമാണ്. നോക്കൂ, ഇവിടെ ആഭ്യന്തര വകുപ്പ് പരാജയമാണല്ലോ. ഇവിടെ നോക്കൂ, ഇവിടെ സാധാരണക്കാരായ ചെറുപ്പക്കാരെ തലമണ്ട തല്ലിപ്പിടിക്കാൻ നിൽക്കുന്നു. മറുവശത്ത് CPM-ന്റെ യുവജന സംഘടനയിൽപ്പെട്ട ഒരാൾ ബലാത്സംഗ കേസിൽ ഒരു ചെറിയ കുട്ടിയെ 6 വയസ്സുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി കൊന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ട് നിസ്സാരമായി കോടതിയിൽ നിന്ന് ഊരിപ്പോരുകയാണ്. എന്തുകൊണ്ട്? പോലീസിന്റെ തന്നെ വീഴ്ച കൊണ്ട്. കോടതി പറഞ്ഞു. കോടതി എന്താ പറഞ്ഞത്? ഈ പോലീസിന്റെ അന്വേഷണത്തിൽ സംഭവിച്ച വീഴ്ച കൊണ്ട് പോലീസിന് ആ കുറ്റം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാതെ വന്നതുകൊണ്ട് മാത്രം പ്രതിയെ വെറുതെ വിടുന്നു എന്ന് കോടതിക്ക് പറയേണ്ടി വന്നല്ലേ? കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വീട്ടമ്മമാർ, അമ്മമാർ, സ്ത്രീകൾ, അവരുടെ ഹൃദയം നുറുങ്ങുന്ന വേദനയോട് കൂടിയിട്ടല്ലേ ആ വിധിയെ കണ്ടത്? ഈ സംസ്ഥാന സർക്കാരല്ലേ അതിന് ഉത്തരവാദി? സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പല്ലേ അതിന് ഉത്തരവാദി? അപ്പൊ പോലീസ് ഒരു സ്ഥലത്ത് സാധാരണക്കാരന് സംരക്ഷണം ഒരുക്കേണ്ട, സാധാരണക്കാരായ വ്യക്തികൾക്ക് സംരക്ഷണം ഒരുക്കേണ്ട പോലീസ് ആ പണി ഒന്നും ചെയ്യാതെ, ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആ പണി ഒന്നും ചെയ്യാതെ, മറുവശത്ത് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾക്ക് സംരക്ഷണം ഒരുക്കുക മാത്രമാണ് അവരുടെ പണി. എന്താണ് ഇതിന് മാത്രം സുരക്ഷ കൊടുക്കേണ്ട കാര്യം? എന്താണ്? 2 കരിങ്കൊടി കാണിക്കുമ്പോഴേക്ക് തലമണ്ട തല്ലിപ്പൊളിക്കേണ്ട കാര്യം എന്താണ്? ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ UDF-ന്റെ ഇരട്ടത്താപ്പ് കൂടി പറയാതെ പോകാതിരിക്കാൻ വയ്യ. ഇവിടെ VD സതീശൻ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മർദ്ദനമേറ്റപ്പോൾ എന്താ പറഞ്ഞത്? ഇനി മർദ്ദനമേറ്റ് കഴിഞ്ഞാൽ MLA-മാർ തെരുവിലിറങ്ങും, MLA-മാരുടെ നേതൃത്വത്തിൽ കരിങ്കൊടി കാണിക്കും. ഞാൻ ചോദിക്കട്ടെ, കോഴിക്കോടുണ്ടായല്ലോ, മലപ്പുറത്തുണ്ടായല്ലോ, എറണാകുളത്തുണ്ടായല്ലോ, ആലപ്പുഴയിലുണ്ടായല്ലോ, ഇവിടെയൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാരെ പലരെയും ഈ തെരുവിലേക്ക്, കനാലിലേക്ക് തള്ളിവിടുന്നതൊക്കെ ഉണ്ടായല്ലോ. എവിടെ സതീശന്റെ നേതൃത്വത്തിലുള്ള MLA-മാർ? എവിടെ? എന്തേ യൂത്ത് കോൺഗ്രസ്സുകാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വരാത്തത്? അപ്പൊ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ഈ കാര്യത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഒരാളും സംരക്ഷിക്കാൻ വരുന്നില്ല. ഇവിടെ നടക്കുന്നത് മുഴുവൻ പിണറായി വിജയന്റെ ഈ പരിപാടിക്ക് അത്യാവശ്യം PR വർക്ക് ഒരുക്കി കൊടുക്കാൻ വേണ്ടി UDF-ഉം LDF-ഉം ചേർന്നുള്ള ഒരു കളിയാണോ എന്ന് കേരളം സംശയിച്ചാൽ നമുക്ക്. ശരി സന്ദീപ്, ഞാൻ വരാം. ഞാൻ അഡ്വക്കേറ്റ് K. അനിൽകുമാറിനോട് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കും എനിക്ക് വരാനുണ്ട്. ഞാൻ ഒരു ചെറിയ ഇടവേള എടുക്കുന്നു. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, ഞാൻ താങ്കളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം.